ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. 10ാം ക്ലാസ്സിന് ശേഷം തുടർന്ന് പഠിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടാവാം അവർക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ പോയിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളാവാം, അതല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതെങ്കിലും തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ലിഫ്റ്റ് ടെക്നോളജി, അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, അല്ലെങ്കിൽ ITI, ITC തുടങ്ങിയ കോഴ്സുകളൊക്കെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിച്ച് തുടർന്ന് ജോലിക്ക് കയറിയവരുണ്ട്. അതല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള നമ്മുടെ LDC പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിച്ചവർ, അതായത് ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ച ആളുകൾ, ഇവർക്കൊക്കെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് ഇന്ന് നമുക്ക് കേരള സാക്ഷരതാ മിഷനിലൂടെ തുടർന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. പല ആളുകളുടെയും വിചാരം ഇപ്പോഴും ഈ സാക്ഷരതാ മിഷൻ എന്നത് അക്ഷരമറിയാത്തവരെ അക്ഷരം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ എഴുതാനും കൂട്ടി വായിക്കാനും ഒപ്പിടാനുമൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അജ്ഞതയുള്ളതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ കോർഡിനേറ്റർ, സാക്ഷരതാ മിഷൻ്റെ കോർഡിനേറ്റർ ശ്രീ അനിയൻ കുഞ്ഞ് സാറ് നമ്മളോട് ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. കേരള സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ചില കോഴ്സുകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരിക്കൽ സാക്ഷരതയുടെ കേരളത്തിലെ സാക്ഷരതാ മിഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ അക്ഷരം പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഒപ്പിടാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അക്ഷരം പഠിപ്പിക്കുക, അതിനോടൊപ്പം തന്നെ അവരെ ഒരറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സാക്ഷരതാ മിഷൻ്റെ തുടക്കത്തിലെ പ്രവർത്തനങ്ങൾ. പിന്നീട് കാലങ്ങൾ മാറിയതിനനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാക്ഷരതാ യജ്ഞം സംഭവിക്കുകയും കേരളത്തിൽ മുഴുവൻ ആളുകളും സാക്ഷരരാകുന്നതിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാക്ഷര കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതയ്ക്ക് പകരം സാക്ഷരത പഠിച്ചു വന്നിട്ടുള്ള ആളുകൾ തുടർ വിദ്യാഭ്യാസത്തിലേക്ക് സാക്ഷരതാ മിഷൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തുടർ വിദ്യാഭ്യാസം നമുക്ക് 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 തുടങ്ങിയ ക്ലാസ്സുകൾക്ക് സാക്ഷരതാ മിഷൻ കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പറയുവാൻ ഉള്ളത്, നമുക്കറിയാം, ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും സാക്ഷരതാ മിഷൻ എഴുതിയാൽ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് നേടാം, ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നേടാം. 4ാം ക്ലാസ് കഴിഞ്ഞ പ്രായമൊന്നും പ്രശ്നമല്ല. 4ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് 4ാം ക്ലാസ് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ 7ാം ക്ലാസ് എഴുതാം. 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്ക്, 7ാം ക്ലാസ് പാസ്സായി 17 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള ആർക്കും സാക്ഷരതാ മിഷൻ്റെ 10ാം തരം തുല്യത എഴുതാൻ പറ്റും. 10ാം തരം തുല്യത എഴുതിയാൽ 10ാം തരം തുല്യത കോഴ്സ് സാധാരണ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അതേ സിലബസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിലെ അധ്യാപകരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. 8 മാസമാണ് അതിൻ്റെ കാലാവധി. 8 മാസം പഠിച്ചിറങ്ങിയാൽ നന്നായിട്ട് പഠിക്കുകയും പഠന പ്രക്രിയയൊക്കെ തന്നെ സ്വയം പഠന പ്രക്രിയയാണ്. സാക്ഷരതാ മിഷൻ സെലക്ട് ചെയ്തിട്ടുള്ള അധ്യാപകർ വളരെ കൃത്യമായി ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ സിലബസുകളും ഗ്രേഡിംഗ് അടിസ്ഥാനത്തിൽ തന്നെയാണ് പഠിപ്പിക്കുക. ആ സർട്ടിഫിക്കറ്റിന് വാല്യൂഡാണ്. സർട്ടിഫിക്കറ്റ് കൊണ്ട് PSC എക്സാം എഴുതാം. തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ SLC ഹയർ സെക്കൻഡറി തുല്യ 9ാമത്തെ ബാച്ചാണ് ഇപ്പോൾ സാക്ഷരതാ മിഷൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് 2 വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഹ്യൂമാനിറ്റീസിനകത്ത് നമുക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി, മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾ. മലയാളത്തിലാണ് പുസ്തകം. അതിനകത്ത് 22 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും ഈ കോഴ്സിൽ ചേരാവുന്നതാണ്. ഈ കോഴ്സിൽ ഫീസ് അടച്ച് ചേരാം. അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി ഒരു വലിയ സാധ്യതയാണ്. ഇപ്പോൾ ഒരുപക്ഷെ 10ാം ക്ലാസ് വരെ പഠിച്ച് നിന്നിട്ടുള്ള, 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള, ഒരു കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി എഴുതാൻ പറ്റാതിരുന്ന പല ആളുകളും ഉണ്ടാവും. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവാം. കൊണ്ട് മറ്റ് ബിസിനസ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ ജോലികളിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഉപകാരം തന്നെ ആണ്. വളരെ കൃത്യമായിട്ട് ഹയർ സെക്കൻഡറി തുല്യത പരീക്ഷ എഴുതി ജയിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒരു ഇടയ്ക്ക് വെച്ചൊക്കെ സ്കൂൾ പഠനം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ കലാവാസനകളെ ഉയർത്തിക്കൊണ്ട് വരുന്നതിനും ഭാവിയിൽ അവർക്ക് അതിനെ പ്രയോജനം കൊണ്ടുവരുന്നതിനും അതിനോടൊപ്പം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിത മൂല്യങ്ങളെ, കലാമൂല്യങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സാക്ഷരതാ മിഷൻ നടത്തുന്ന, അതുപോലെ തന്നെ സാക്ഷരതാ കലോത്സവം ഇതിനോടൊപ്പം നടത്തുന്നുണ്ട്. ഒരു വർഷത്തിൽ എല്ലാ ഞായറാഴ്ചയുമാണ് നമ്മുടെ ക്ലാസ്. എല്ലാ പുസ്തകം ഇംഗ്ലീഷ് ഒഴികെ ബാക്കി പുസ്തകങ്ങളെല്ലാം തന്നെ മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാനുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പ്രശ്നമല്ല. 22 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ, എനിക്ക് 90 വയസ്സ് വരെ എങ്കിൽ 90 വയസ്സ് വരെ ഉള്ള ആളുകൾക്കും ഇതിനകത്ത് പഠിക്കാം. ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ ഒന്നും പ്രശ്നമല്ല. ഒരു നിശ്ചിത ഫീസ് ജനറൽ വിഭാഗത്തിനാണെങ്കിൽ
ഗവൺമെൻറ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന ഫീസ് ഉണ്ടാവും. എല്ലാ വർഷവും മെയ് മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം നമ്മുടെ എക്സാം നടക്കാറുണ്ട്. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് 100-ലധികം പഠിതാക്കൾ ഹയർ സെക്കൻഡറി +1 +2 പഠിക്കുന്നു. ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ എല്ലാ താലൂക്കുകളിലും ഹയർ സെക്കൻഡറിയുടെ സാക്ഷരതാ മിഷൻ്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് സാക്ഷരതാ മിഷൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാവും. നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സാക്ഷരതാ മിഷൻ നിശ്ചയിച്ചിട്ടുള്ള സാക്ഷരതാ പ്രേരകന്മാരുണ്ട്. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ സാറേ, ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏത് ക്വാളിഫിക്കേഷനിൽ ഉള്ളവരൊക്കെയാണ്? നമ്മുടെ അധ്യാപകർ എല്ലാം തന്നെ B.Ed കഴിഞ്ഞ് സെറ്റും നെറ്റും എടുത്ത് ഗവൺമെൻറ് പറയുന്ന എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. അതിൽ എല്ലാവരും ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാണ്. ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ അസൈൻമെൻറ്റ് എഴുതുന്നതിന് തന്നെ ഇപ്പം നമ്മൾ ഇവർക്ക് 100-ലാണ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ അസൈൻമെൻറ്റ് എഴുതുന്നതിൽ അവർക്ക് 20 മാർക്ക് അവർക്ക് അസൈൻമെൻറ്റ് മാത്രം എഴുതുന്നു. ഇപ്പോൾ 100 മാർക്കാണെങ്കിൽ ഒരാൾക്ക് അസൈൻമെൻറ്റിൽ തന്നെ അവർക്ക് 20 മാർക്ക് അസൈൻമെൻറ്റ് എഴുതുന്നതിൽ കിട്ടും. അറ്റൻഡൻസിൽ അവർക്ക് 4 മാർക്ക് കിട്ടും. പിന്നെ ഒരു ക്ലാസ്സിൽ ഇവിടെ എടുക്കുന്ന പല ആക്ടിവിറ്റികളിൽ ചിലപ്പോൾ അവരുടെ കലാപരിപാടികളാവാം, അവർ നമ്മുടെ നടത്തുന്ന മറ്റു പ്രോഗ്രാമുകളിൽ പങ്കുചേരുന്നതുകൊണ്ടാവാം, ക്ലാസ്സിൽ നടക്കുന്ന അവരുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകളിലാവാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അതിനോട് മാർക്ക് ചേർത്താണ് നമ്മൾ അസൈൻമെൻറ്റ് മാർക്ക് 20 മാർക്ക് കൊടുക്കുക. അപ്പോൾ 20 മാർക്ക് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റും. 20 മാർക്ക്, അതായത് പുസ്തകം തയ്യാറാക്കുന്നതും പരീക്ഷ നടത്തുന്നതും സർട്ടിഫിക്കറ്റ് നൽകുന്നതുമൊക്കെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ വാർഡ് മെമ്പർമാരും കൗൺസിലർമാരുമൊക്കെ നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ എല്ലാ പഞ്ചായത്തുകളിലുമുണ്ട് സാക്ഷരതാ മിഷൻ്റെ പ്രേരകന്മാരുണ്ട്. അവരുടെ പേരും ഫോൺ നമ്പറും കൂടി കൊടുക്കുകയാണെങ്കിൽ ഈ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ നേരിട്ട് വിളിക്കുവാനും ഇതിൽ പങ്കെടുക്കുവാനുമൊക്കെ സാധിക്കും. അങ്ങനെ വിദ്യാസമ്പന്നരായ ഒരു കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാക്ഷരതാ മിഷനൊപ്പം നമുക്കും പങ്കാളികളാകാം. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.